ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ 5ാമത്തെ ചലഞ്ചിലേക്ക് സ്വാഗതം. ഈ വെല്ലുവിളിയിൽ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് എന്തും ആകർഷിക്കാൻ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കുള്ള എല്ലാത്തിനും, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും നന്ദി എങ്ങനെ പരിശീലിക്കാമെന്ന് നിങ്ങൾ പഠിച്ചു. കൃതജ്ഞത പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അത് നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനും കൂടുതൽ സമൃദ്ധി ആകർഷിക്കാനും എങ്ങനെ സഹായിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കി. കാരണം അത് നമ്മെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അവസ്ഥയിലാക്കുന്നു. ദിവസവും 10 മിനിറ്റെങ്കിലും എങ്ങനെ ധ്യാനിക്കാമെന്ന് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ആന്തരിക മാർഗനിർദ്ദേശവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന പരിശീലനമാണ് മെഡിറ്റേഷൻ. വിശ്രമിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെടാനും മെഡിറ്റേഷൻ സഹായിക്കുന്നു. കാരണം അത് നിങ്ങളെ സമാധാനത്തിൻ്റെയും വ്യക്തതയുടെയും വിന്യാസത്തിൻ്റെയും അവസ്ഥയിൽ എത്തിക്കുന്നു. എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ പ്രധാനമായിരിക്കുന്നത്? കാരണം ധ്യാനം എന്നത് നിങ്ങളെ ശാന്തമാക്കുകയും നിങ്ങളുടെ ശ്രദ്ധ ഏകീകരിക്കുകയും നിങ്ങളുടെ വൈബ്രേഷൻ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഇത് പ്രപഞ്ചത്തിലേക്ക് പോസിറ്റീവ് സിഗ്നലുകൾ അയക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പ്രപഞ്ചത്തെ അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ചിന്തകളും വികാരങ്ങളും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്ക് ധ്യാനത്തെ ഫലവത്തായി ഉപയോഗിക്കാം. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിശബ്ദമാക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് എന്ന തോന്നൽ നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെന്ന തോന്നൽ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷനും അതിനോട് യോജിക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷനുമായി വിന്യസിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ നിങ്ങളുടെ വൈബ്രേഷൻ നിയന്ത്രിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തെ ആകർഷിക്കാനുമുള്ള വളരെ ശക്തമായ മാർഗമാണ് മെഡിറ്റേഷൻ. കാരണം അത് നിങ്ങളെ സമാധാനത്തിൻ്റെയും വ്യക്തതയുടെയും വിന്യാസത്തിൻ്റെയും അവസ്ഥയിൽ എത്തിക്കുന്നു. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? നിങ്ങൾക്കിതിനായി വേണ്ടത് ശാന്തമായ ഒരു സ്ഥലവും സുഖപ്രദമായ ഒരു ഇരിപ്പിടവും നിങ്ങളുടെ സമയത്തിൻ്റെ കുറച്ച് മിനിറ്റുകളും മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സംഗീതമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധമോ ഉപയോഗിക്കാം. സുഖപ്രദമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. കണ്ണുകൾ രണ്ടും അടയ്ക്കുക. തുടർന്ന് നിങ്ങൾ ആഴത്തിലും സാവധാനത്തിലും ശ്വസിക്കുകയും നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. സമാധാനം അല്ലെങ്കിൽ സ്നേഹം ഇതുപോലെയുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു വാക്കോ ശബ്ദമോ ഉപയോഗിക്കാം. നിങ്ങൾ ശ്വസിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുന്നതും വ്യത്യസ്ത ചിന്തകൾ സൃഷ്ടിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കും. അത് സാധാരണവും സ്വാഭാവികവുമാണ്. നിങ്ങളുടെ ചിന്തകളെ തടയാനോ
വിലയിരുത്താനോ ശ്രമിക്കരുത്. അവ നിരീക്ഷിച്ച് അവയെ വിട്ടയക്കുക. നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്കോ വാക്കിലേക്കോ ശബ്ദത്തിലേക്കോ തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുക എന്നതല്ല ലക്ഷ്യം, മറിച്ച് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിനും പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ശക്തിയോ അതിനോട് നന്ദി പറയുക. നന്ദി പറഞ്ഞതിന് ശേഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ആ ഫീലിംഗ് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൃശ്യവൽക്കരണം നടത്താം. ഉദാഹരണത്തിന്, ഒരു ഷോപ്പ് തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. ഉദ്ഘാടന ശേഷം കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെയോ പാനീയത്തിൻ്റെയോ മധുരം ഇപ്പോൾ അനുഭവിക്കാം. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആദ്യത്തെ സെയിൽ, അതിന് കിട്ടുന്ന ആ പണം വാങ്ങുന്നതും തൊട്ടറിയുന്നതും ഫീൽ ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങളുടെ ഷോപ്പിന് പോസിറ്റീവ് അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അവിടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് നടന്നതായി കാണാൻ ശ്രമിക്കുക. കാണുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയെല്ലാം ആ ഫീൽ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പോസിറ്റീവ് അഫർമേഷൻ പറയാവുന്നതാണ്. അതിനുശേഷം കൈകൾ രണ്ടും നല്ല രീതിയിൽ കൂട്ടിത്തിരുമ്മി നിങ്ങളുടെ കണ്ണിലും മുഖത്തും വെച്ചതിന് ശേഷം പതിയെ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ധ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ധ്യാനിക്കാം. എന്നാൽ ദിവസത്തിൽ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെയോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ധ്യാനിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾ എത്രയധികം മെഡിറ്റേഷൻ ചെയ്യുന്നുവോ അത്രയധികം നിങ്ങൾ ശാന്തമാവുകയും നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ആന്തരിക മാർഗനിർദ്ദേശവും ലക്ഷ്യവുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇന്ന് തന്നെ ധ്യാനിക്കൂ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടും പ്രപഞ്ചത്തോടും പറയുക, ഇത് എൻ്റെ മെഡിറ്റേഷനാണ്, ഇത് നല്ലതാണ്, ഞാൻ വളരെ ശാന്തനാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഞാൻ എൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ അത് ആകർഷിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ഇന്നത്തേക്ക് ഇത്രമാത്രം. അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ 5ാമത്തെ ചലഞ്ചും നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഞങ്ങളുടെ ചലഞ്ചിൻ്റെ 6ാമത്തെ ചലഞ്ചുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണും. അവിടെ നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം ഉള്ളതുപോലെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കും. അതുവരെ പോസിറ്റീവായി തുടരുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക.